സ്റ്റിച്ചിങ് പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നെക്കിൻ്റെ ഡിസൈനുകൾ. പലതരം നെക്ക് ഡിസൈൻസും ഉണ്ട്. അത് എങ്ങനെയാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നെക്ക് ഡിസൈൻ പഠിക്കണമെങ്കിൽ ന്യൂസ് പേപ്പർ അത്യാവശ്യമാണ്. നിങ്ങൾ ന്യൂസ് പേപ്പറിലാണ് ഇതൊക്കെ കട്ട് ചെയ്ത് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ ക്യാൻവാസിൽ വേണമെങ്കിൽ ക്യാൻവാസിൽ മുറിച്ചെടുക്കുക, അല്ലാതെ തുണിയിൽ തന്നെ ഡയറക്റ്റ് വേണമെങ്കിൽ തുണിയിലും മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ക്യാൻവാസിൽ മുറിക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നുവെച്ചാൽ അത് പിന്നെ എടുത്തിട്ട് നമ്മൾ തുണിയിൽ അയൺ ചെയ്തിട്ട് ക്ലിയർ ആക്കലാണ്. അപ്പം ആദ്യം ന്യൂസ് പേപ്പർ എടുത്ത് അതിനെ രണ്ടായി മടക്കിയതിന് ശേഷം നെക്കിൻ്റെ വീതി എത്രയാണോ അതും മാർക്ക് ചെയ്യുക, ലെങ്ത്ത് എത്രയാണോ അതും മാർക്ക് ചെയ്യുക. ലെങ്ത്തും വീതിയും കിട്ടിക്കഴിഞ്ഞാൽ അതിനൊന്ന് സ്ക്വയറായിട്ട് വരച്ചെടുക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ സ്ക്വയറാക്കി വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ റൗണ്ട് നെക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ കോണായ ഭാഗത്ത് 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കുക. അപ്പം നമുക്ക് റൗണ്ട് നെക്കായിട്ട് മാറും. ഇനി ഇതിൻ്റെ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത കറക്റ്റ് അളവിൻ്റെ പുറമേ നിങ്ങളൊരു 1/4 ഇഞ്ചോ 1 ഇഞ്ചോ 1/2 ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഞാനിവിടെ 1/4 ഇഞ്ച് വീതം അതിൻ്റെ പുറമെ മാർക്ക് ചെയ്തെടുക്കുക. നമ്മളിപ്പം വരച്ച റൗണ്ട് നെക്കിൻ്റെ പുറത്ത്, ക്യാൻവാസിൻ്റെ പുറത്ത് നമ്മളിപ്പോൾ സ്ക്വയറാക്കി വരച്ചിട്ട് അതിൻ്റെ അകത്താണ് റൗണ്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പുറത്തേക്കാണ് ഞാനിപ്പോൾ 1/4 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ പുറമേ വരച്ചിട്ടുള്ളത് കട്ട് ചെയ്യുക. പിൻ ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി. ക്യാൻവാസിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ, നീങ്ങിപ്പോകരുത്. അവസാനം വരച്ചത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരച്ച് നമ്മൾ ഫസ്റ്റ് വരച്ച നമ്മളെ കറക്റ്റ് അളവും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് നെക്കാണോ നമ്മൾ ഡിസൈൻ ചെയ്ത് അത് കിട്ടും. ഇതിപ്പോൾ റൗണ്ട് നെക്ക് കിട്ടി. ഇനി അടുത്ത നെക്ക് ഇതേപോലെ തന്നെ പേപ്പർ രണ്ടാക്കി മടക്കി വെച്ചതിന് ശേഷം നമ്മളെ കഴുത്തിൻ്റെ വീതി എത്രയാണോ അത് മാർക്ക് ചെയ്യുക, ലെങ്ത്ത് എത്രയാണോ അതും കൂടെ താഴേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ക്വയറാക്കി വരച്ചെടുക്കുക. ഇതെല്ലാം നമ്മൾക്ക് ഇങ്ങനെ സ്ക്വയറാക്കി വരച്ചെടുത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ആ മുകളിലേക്ക് വരച്ച ആ അപ്പുറത്തെ വരക്ക് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ താഴേക്ക് വരച്ച വരയിലും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 1 ഇഞ്ചും 1 ഇഞ്ചും തമ്മിൽ ഇതേപോലെ റൗണ്ട് ചെയ്തെടുക്കുക, മുകളിലേക്ക് ഇങ്ങനെ ആക്കിയെടുക്കുക. ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല, അതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പുറമേ ഇതേപോലെ തന്നെ 1/4 ഇഞ്ച് കൂടുതലെടുത്തിട്ട് അതേ ഷേപ്പിൽ പുറമേയും മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം പുറമേ ഉള്ളത് മുറിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെച്ച അതേ ഷേപ്പിൽ അകത്തുള്ള പീസും കൂടെ മുറിച്ച് മാറ്റുക. ഇപ്പോൾ ഒരു നല്ല ഷേപ്പിലുള്ള നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ന്യൂസ് പേപ്പർ എടുക്കുക, നീളവും വീതിയും മാർക്ക് ചെയ്യുക, അതിനൊന്ന് സ്ക്വയറാക്കിയിട്ട് വരച്ചെടുക്കുക. അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാർക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ടുള്ള നെക്ക് കിട്ടും. അതേപോലെ തന്നെ ഈ വരച്ച സ്ക്വയറിൻ്റെ പുറത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ 2-3 എണ്ണം ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പേപ്പർ രണ്ടായി മടക്കി വെച്ച് വീതിയും മാർക്ക് ചെയ്തു, നീളവും മാർക്ക് ചെയ്തു, അതിനെ ഒന്ന് സ്ക്വയറാക്കി വരച്ചെടുക്കുക. ഇതെല്ലാത്തിനും നമ്മൾ വീതിയും നീളവും മാർക്ക് ചെയ്ത് സ്ക്വയറാക്കി വരച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത നീളത്തിൻ്റെ താഴത്ത് വരുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അതിൻ്റെ അകത്തേക്ക്, ആ സ്ക്വയറിൻ്റെ അകത്തേക്ക് ഇതേപോലെ റൗണ്ട് 3 റൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിന് പുറത്തേക്ക് ഇതേപോലെ തന്നെ 1/4 ഇഞ്ച് ഇതേപോലെ റൗണ്ട് ആക്കിയിട്ട് മുറിച്ചെടുക്കുക. ക്യാൻവാസിൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ഇത് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം പുറമേ ഉള്ളത് ആദ്യം കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം പിന്നെ അകത്ത് നമ്മൾ വരച്ചിട്ടുള്ള നമ്മളെ കറക്റ്റ് അളവും കൂടെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പം നമുക്കിത് ഈ നെക്ക് കിട്ടും. ഓക്കെ. അതേപോലെ തന്നെ ഇനി അടുത്ത നെക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പേപ്പർ രണ്ടായി മടക്കി വെച്ച് വീതിയും നീളവും മാർക്ക് ചെയ്ത് അതിനെ ഒന്ന് സ്ക്വയറാക്കി വരച്ചെടുത്തതിന് ശേഷം ഇതിപ്പം ഞാൻ വരച്ചെടുത്ത ആ സ്ക്വയറിൻ്റെ പുറത്തേക്കാണ് പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ കഴുത്തിങ്ങനെ അകലത്തിലേക്ക് ഇങ്ങനെ വരും. നമ്മളെ ഷോൾഡറിൻ്റെ അടുത്ത് കറക്റ്റ് ആയിരിക്കും, പക്ഷേ ആ നെഞ്ചിൻ്റെ ഭാഗത്ത് നല്ല റൗണ്ടായിട്ട് കിട്ടും. അതാണ് ആ സ്ക്വയറിൻ്റെ പുറത്തേക്ക് പോയാലുള്ളത് നമുക്ക് കിട്ടുന്നത്. ഇനി അതിൻ്റെ പുറത്തേക്ക് 1/4 ഇഞ്ച് വീതം വീണ്ടും മാർക്ക് ചെയ്യുക. അപ്പം സൈഡിലാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം വരച്ചത് ആദ്യം കട്ട് ചെയ്ത് മാറ്റുക, പിന്നെ രണ്ടാമത് നമ്മൾ കറക്റ്റ് അളവും കൂടെ കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെയാണ് നെക്ക് ഉണ്ടാവുക. നമ്മളെ ഷോൾഡറിൻ്റെ അടുത്തൊന്നും ഒരു മാറ്റവും വരില്ല, പക്ഷേ കഴുത്തിൻ്റെ നല്ല അകലം വെച്ചിട്ട് നല്ല നീറ്റ് ഉണ്ടാവും കഴുത്ത് കാണാൻ വേണ്ടി. ഇപ്പം നമ്മൾ ബോട്ട് നെക്കാണ് ചെയ്യുന്നത്. ബോട്ട് നെക്കാവുമ്പോൾ കഴുത്തിൻ്റെ വീതി നല്ലോണം ഉണ്ടാവും, താവ് കുറവായിരിക്കും. വീതി ഏകദേശം ഒരു 4ഓളം ഉണ്ടാവും, താവും അതേപോലെ തന്നെ 4ഓളം ഉണ്ടാവും. അത് വേണമെങ്കിൽ 4.5 വീതി 4.5 എടുക്കാം.
എന്നിട്ട് ഈ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് 2 ഇഞ്ച് ഷേപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ബോട്ട് നെക്കിൻ്റെ കറക്റ്റ് അളവിൽ വരുള്ളൂ. അതിൻ്റെ പുറമെ ഒരു 1/4 ഇഞ്ച് കൊടുത്തിട്ട് അതും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ എല്ലാം ന്യൂസ് പേപ്പറിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പെട്ടെന്ന് പറ്റും. വീണ്ടും അടുത്ത നെക്ക് വരുന്നത് വീതിയും നീളവും മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ സ്ക്വയർ വരച്ചതിൻ്റെ താഴെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ സ്ക്വയറിനെ ഞാനൊന്ന് റൗണ്ട് നെക്ക് ആക്കിയെടുത്ത് പിന്നെ താഴെ വരുന്ന ഭാഗത്ത് ഇതേപോലെ ആലില പോലെ ആക്കിയെടുത്തു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ആക്കാം, സ്ക്വയർ ആക്കാം, നിങ്ങൾ ഇഷ്ടമുള്ളതാക്കാം. അപ്പോൾ നമ്മൾ അവസാനം മാർക്ക് ചെയ്തിട്ടുള്ള ആ 1/4 ഇഞ്ചിൻ്റെ അടുത്ത് മുറിച്ചെടുത്തു. അതിനുശേഷം ആദ്യം നമ്മൾ വരച്ചിട്ടുള്ള ആ റൗണ്ടും താഴെ വരുന്ന ആ ഷേപ്പും കൂടെ കിട്ടുന്ന വിധത്തിൽ ഫസ്റ്റ് വരച്ചതും മുറിച്ചെടുക്കുക. ആ സ്ക്വയറിൻ്റെ അകത്ത് നമ്മൾ റൗണ്ട് ആക്കിയതിന് ശേഷം ആ സ്ക്വയറിൻ്റെ താഴത്തേക്ക് ഇതേപോലെ ആലില പോലെ വരച്ചെടുത്തിട്ടുണ്ടായിന്. അപ്പോൾ കഴുത്തിങ്ങനെ കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചിട്ട് കട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ മോഡൽ നെക്കുകൾ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത നല്ല നല്ല മോഡൽ നെക്ക് നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. വെറുതെ ഒന്ന് ന്യൂസ് പേപ്പറിൽ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്തത് വരുന്നത് ഇതേപോലെ തന്നെ നേരത്തെ ഞാൻ ചെയ്തതുപോലെ ഈ സ്ക്വയറിൻ്റെ പുറത്താണ് ഞാൻ വൈഡായിട്ട് ഇങ്ങനെ റൗണ്ടാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ ആ സ്ക്വയറാക്കി വരച്ചതിൻ്റെ പുറത്ത്, അതിന് ശേഷം നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ താഴെ ഒന്ന് സ്ക്വയർ പോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ആലില പോലെ വരച്ചെടുത്തിട്ടില്ലേ, അതിന് പകരം സ്ക്വയറാക്കി വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഒരു 1/4 ഇഞ്ച് എടുത്തിട്ട് അവസാനം വരച്ചത് ആദ്യം കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പിൻ ചെയ്ത് തന്നെ ചെയ്യണം. ഫസ്റ്റ് വരച്ചതും കൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ ചെയ്ത് നോക്കാം. സ്ക്വയറാക്കി വരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്ത ഏതെങ്കിലും മോഡലായിരിക്കും നിങ്ങൾക്ക് നെക്ക് കിട്ടുക. മനസ്സിലായ? അപ്പോൾ ഇതേപോലെ ന്യൂസ് പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ലെങ്ത്തും വീതിയും മാർക്ക് ചെയ്യുക. അതിൻ്റെ അകത്തും പുറത്തുമായിട്ട് പല മാതിരി നിങ്ങൾക്ക് ഇങ്ങനെ വരച്ച് നോക്കുക. വരച്ച് നോക്കിയതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുന്നതെന്ന് നോക്കുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്യാൻവാസിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും.